ബി.ജെ.പിയുടെ തലക്കടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പം വഖഫ് വിഷയത്തിലൊരു നിലപാട്, ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇരട്ടത്താപ്പാണ് ബി.ജെ.പി വഖഫ് വിഷയത്തിൽ എടുക്കുന്നത്, ഇരട്ടത്താപ്പാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. എന്താണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ? അതിൻ്റെ ഇപ്പോൾ ഇതൊരു ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഒരു അല്പസമയം മുമ്പാണ് ഈ FB പോസ്റ്റ് സന്ദീപിൻ്റെ വാളിൽ അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ വന്നിരിക്കുന്നത്. അത് ഇതാണ്, വഖഫിനെ കുറിച്ചാണ് വിഷയം. വഖഫിൽ BJP സ്വീകരിച്ചിരിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് സന്ദീപ് കുറ്റപ്പെടുത്തുന്നു. അതായത് 2014 ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ നിയമനിർമ്മാണം നടത്തും, വേണ്ട നടപടികൾ സ്വീകരിക്കും, മേലാൽ വഖഫ് ഭൂമി ആരും കയ്യേറാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ പ്രകടന പത്രികയിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സന്ദീപ് വാര്യർ ആ പ്രകടന പത്രികയുടെ കോപ്പി സഹിതമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇത് പറയുന്നുണ്ട്, 2014 ഇങ്ങനെ ചെയ്തു, ഇലക്ഷന് മുമ്പ്. അതിൻ്റെ കൂടെ 2013 നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. 95 നിയമ ഭേദഗതിക്ക് ശേഷം 2013 മൻമോഹൻ സിംഗ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, പൂർണ്ണ അധികാരം നൽകി. അതെ, ആ നിയമ ഭേദഗതി തെറ്റാണ് എന്ന് BJP അന്ന് പറഞ്ഞില്ല. അന്ന് അതിനെതിരെ ഒരു സമരവും ചെയ്തില്ല, പ്രതിഷേധിച്ചില്ല, ഒരു പ്രതിഷേധവുമില്ല, ഒരു പ്രക്ഷോഭവുമില്ല എന്ന് മാത്രമല്ല, രാജ്യസഭയിൽ ആ ബില്ല് പാസ്സായത് BJPയുടെ കൂടെ സഹായത്തോടു കൂടിയാണ്. ഇത് സന്ദീപ് വാര്യർ എടുത്തു കാണിക്കുന്നു. അന്നില്ലാത്ത ചൊറിച്ചിൽ ഇന്ന് എന്തുകൊണ്ടാണ് BJPക്ക് എന്നാണ് അദ്ദേഹം പറയാതെ ചോദിക്കുന്നത്. ഇപ്പോൾ 2013 പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ പ്രക്ഷോഭം നടത്തിയോ? ഇനി അതെല്ലാം കഴിഞ്ഞ് 10 വർഷക്കാലം ഭരണത്തിൽ തുടർന്നു. അന്നൊന്നും ഈ പ്രശ്നം BJPയെ അലട്ടിയില്ല, ബാധിച്ചില്ല. അന്നൊന്നും BJP ഇത് ബാധിച്ചില്ലേ? BJPക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നോ? ഈ പറയുന്നത് പോലെ വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങൾ, വഖഫ് നിയമത്തിൽ വന്നിരിക്കുന്ന ഇന്ന് അവരെ ആരോപിക്കുന്ന കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് കഴിഞ്ഞ 10 വർഷം BJPക്ക് തോന്നിയില്ലേ? അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് തോന്നുന്നത്? ഇന്ന് 2013 അവർ എതിർത്തില്ലല്ലോ അന്ന്. പിന്നെ മുനമ്പത്ത് പോയി നിയമ ഭേദഗതി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുമെന്ന് അറിയിച്ച മുരളീധരൻ ഇപ്പോൾ ആരായി? മുരളീധരനിട്ടും ഒരു കൊട്ടുണ്ട്. ചാണക്യനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്. JPCയുടെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്ത് ചാണക്യൻ തടിയൂരി. അതായത് ആരാണ് ഈ ചാണക്യൻ? ആരാണെന്ന് മനസ്സിലായില്ലേ? അമിത്ഷായെയാണ് ഉദ്ദേശിച്ചത്. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ തടിയൂരി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്, ഇത് JPCയിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പാർലമെൻറ്റ് ശീതകാല സമ്മേളനത്തിൽ ഇത് വന്നാൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷും പാലം വലിക്കും. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യില്ല. വോട്ടെടുപ്പ് നടന്നാൽ BJP തീർച്ചയായിട്ടും അവിടെ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ട സർക്കാർ വീണു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ലേ? അവിശ്വാസ പ്രമേയം പാസ്സാകുന്നത് പോലെയാണ്. ഈ ഭരണപക്ഷം കൊണ്ടുവരുന്ന ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സർക്കാരിന് പിന്നെ തുടരാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം തടിയൂരിയത്. JPCയുടെ കാലാവധി നീട്ടിക്കൊടുത്തു. മനസ്സിലായി. ഇത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും എന്നാണ്. പക്ഷേ ഭക്തർ ചാണക്യൻ വാക്കുമാറ്റിയ വിവരം അറിഞ്ഞിട്ടില്ല, അറിയാത്ത മട്ടാണ്. അതായത് പ്രവർത്തകരെ മാത്രമല്ല, ഈ അമിത്ഷാ ഭക്തരെ, മോഡി ഭക്തരെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും. പിന്നെ മതം പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വിഷലിപ്ത രാഷ്ട്രീയത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത് CPM-ഉം പിണറായി വിജയനുമാണ്. തീർന്നില്ല. BJPയെ മാത്രമല്ല ആക്രമിക്കുന്നത് ഈ വിഷയത്തിൽ, കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് CPM-നെ ആക്രമിക്കുന്നു. അതിൽ CJP എന്നാണ് പറഞ്ഞത്. വരുന്നു. അതായത് CPM-ഉം പിണറായി വിജയനുമാണ് കേരളത്തിൽ മതം പറഞ്ഞ് രാഷ്ട്രീയത്തെ വിഷലിപ്തമാക്കുന്നത്. വളരെ കൃത്യമാണ് വരികൾ. ഇനി BJPയെ അങ്ങനെ ഈ സാഹചര്യത്തിൽ BJPയെ കേരളത്തിൽ നിന്ന് തൂത്തെറിയും. അദ്ദേഹം പറയുന്നു, ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ CJP കേരളത്തിൽ BJP അല്ല CJP ആണ് എന്ന് ആക്ഷേപിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി
എന്നാണ് സന്ദീപ് വാര്യരുടെ ആക്ഷേപം. ബി ജെ പിക്കെതിരെ അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്കതാണ്. ഇനി എന്നിട്ട് പറയുന്നു, ബി ജെ പിയുടെ 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് അറിയാവുന്നവർ വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ ഈ നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നും കൂടി അതിനകത്തൊരു ധ്വനിയുണ്ട്. ഇരിക്കട്ടെ, ഇതെല്ലാം പറഞ്ഞ് സന്ദീപ് വളരെ കൃത്യമായിട്ട് താൻ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയാണ് പയറ്റാൻ പോകുന്നത്, താൻ ബി ജെ പിയെ എങ്ങനെ നേരിടും, സി പി എമ്മിനെ എങ്ങനെ ആക്രമിക്കും എന്നുള്ള കൃത്യമായ സൂചനകൾ സന്ദീപ് നൽകുകയാണ്. വളരെ കൃത്യമായിട്ട് മോഡി സർക്കാരിനെയും അമിത്ഷായെയും അവരുടെ നയങ്ങളെയും പ്രവർത്തകരെയും ഭക്തരെയും കേരളത്തിലെ നേതാക്കളെയും ഒക്കെ അവരുടെ പഴയകാല ചെയ്തികൾ കൂടെ കോർത്തിണക്കിക്കൊണ്ട് അതും കൂടി വെച്ചുകൊണ്ടാണ് സന്ദീപ് ആക്രമിക്കുന്നത്. ശരിയായ രാഷ്ട്രീയം, കൃത്യമായ രാഷ്ട്രീയമാണ് സന്ദീപിന്റെ ഭാഗത്തു നിന്ന് പയറ്റുന്നത്. ഇല്ല, കേരളത്തിലെ ബി ജെ പി ഇതിന് എന്ത് മറുപടി കൊടുക്കും എന്ന് നമുക്ക് കുറച്ച് പാടാണ്. ഇത് പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞിരിക്കുന്നു, കൃത്യമായ തെളിവുണ്ട്, കൃത്യമായ എന്താ പറയേണ്ട രേഖകൾ സഹിതമാണ് ഈ ആക്രമണം. ഇത് ബി ജെ പി വെള്ളം കുടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ ബി ജെ പി ആക്രമിക്കുന്നതിനോടൊപ്പം സന്ദീപ് ഒരു കാര്യം കൂടെ ചെയ്തു. പഴയ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആക്രമിക്കുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല. നല്ല മൂർച്ചയോടുകൂടി തന്നെ ആക്രമിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും പേരെടുത്ത് പറയുന്നു. കേരളത്തിൽ വർഗീയത പ്രചരിപ്പിക്കാൻ മറ്റേത് പാർട്ടിയെക്കാട്ടും കൂടുതൽ CPM ആണെന്നാണ് സന്ദീപ് പറയുന്നത്. അതെ, അവിടെ ബി ജെ പിയെ പോലും 2ാം സ്ഥാനത്തെ സന്ദീപ് പറയുന്നുള്ളൂ. 1ാം സ്ഥാനം CPM തന്നെ കൊടുത്തിരിക്കുകയാണ്. വിഷലിപ്തമായ പ്രചാരണം, അതിലൂടെ ഈ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തി വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നത് CPM ആണ് എന്ന രൂക്ഷമായ ആക്രമണമാണ് സന്ദീപ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ വേറെ ഒരു നേതാവും അത്രയും ആക്രമിച്ച് CPM-നെതിരെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് സന്ദീപ് തന്നെ വരും ദിവസങ്ങളിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ ഭാവിയിൽ സന്ദീപ് കോൺഗ്രസിന്റെ ഒരു സ്പോക്സ് പേഴ്സണായി, വക്താവായി മാറും എന്ന് കൃത്യമായൊരു സൂചന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നു. സന്ദീപ് എന്തായാലും ഒരടി പോലും പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ എന്ന മട്ടിൽ ബി ജെ പിയെയും CPM-നെയും കടന്നാക്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് താനൊരു സനാതന ഹിന്ദു ആണെന്നുള്ളത്. ഇപ്പൊ ഈ ഒരു നിലപാടിലൂടെ വഖഫിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ നിലപാട് വന്നത്. അല്ല, ഇത് വഖഫിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് സന്ദീപിന്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. എന്താ ഈ കാര്യത്തിൽ? വഖഫ് ശരിയോ തെറ്റോ, വഖഫിലെ നിയമ ഭേദഗതി ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ബി ജെ പി ഈ കാര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഇപ്പോൾ എന്ത് നിലപാടെടുത്തിരിക്കുന്നു, ഇത് ഇരട്ടത്താപ്പല്ലേ? ഇതാണ് സന്ദീപ് വാര്യർ ഉന്നയിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് അന്നേരം സമരം ചെയ്തില്ല? എന്തുകൊണ്ട് ആ ഭേദഗതിക്കെതിരെ അന്ന് സമരം ചെയ്തില്ല? അന്നൊരു ശബ്ദം പോലും ഉയർത്തിയില്ല. പോട്ടെ, 10 വർഷം ഭരണത്തിലിരുന്നു. ഈ 10 വർഷം എന്ത് ചെയ്യായിരുന്നു? 10 വർഷം ഈ പറഞ്ഞ ആദ്യത്തെ 2 ടേമിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇത് പാസ്സാക്കാമായിരുന്നു ബി ജെ പിക്ക്. അന്നൊന്നും ചെയ്യാത്ത ബി ജെ പി ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു സർക്കാരാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, കൂട്ടുകക്ഷികളുടെ സഹായത്തോടെയാണ്, പിന്തുണയോടെയാണ് ബി ജെ പി ഭരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബി ജെ പി ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്ന് സന്ദീപ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്, ചർച്ചയ്ക്ക് വച്ചിരിക്കുകയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം ബി ജെ പി ഇതിന് എന്ത് മറുപടി കൊടുക്കും. വെള്ളം കുടിപ്പിക്കുന്ന അതെ, കേരളത്തിലെ ബി ജെ പി നേതാക്കളെ, പ്രത്യേകിച്ചും വി മുരളീധരനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതും മുനമ്പം വിഷയം കൂടി കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും സന്ദീപ് വാര്യർ വളരെ കൃത്യമായൊരു സൂചന നൽകുന്നു. ഞാൻ ബി ജെ പിയെ വെള്ളം കുടിപ്പിക്കും, ഒരു കാരണവശാലും ഞാൻ മിണ്ടാതിരിക്കില്ല, അടങ്ങിയിരിക്കില്ല. എന്നെ ദ്രോഹിച്ച എല്ലാവരെയും ഞാൻ തിരിച്ചും കണക്കിന് കൊടുക്കും, ആക്രമിക്കും എന്ന് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും മണിക്കൂറുകളിലെ ചർച്ചാ വിഷയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. സന്ദീപിന് എന്ത് മറുപടി ബി ജെ പി കൊടുക്കും, ആര് ബി ജെ പിയിൽ നിന്ന് ഏത് നേതാവ് കൊടുക്കും, ഇത് സന്ദീപ് അതിന് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏതാനും 30 മിനിറ്റേ ആയിട്ടുള്ളൂ, അരമണിക്കൂറേ ആയിട്ടുള്ളൂ പോസ്റ്റ് വന്നിട്ട്. നമുക്ക് കാത്തിരിക്കാം.